ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല, ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണ്. അപ്പം ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മറ്റൊന്നും അല്ല, ബാക്കിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ എന്തായിരിക്കും എന്ന്. ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. യൂഷ്വലി ഇതൊരു 32 വീക്സ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എല്ലാവരും. പക്ഷെ ഞാനിപ്പം 38th വീക്കിലാണ് ഇപ്പോൾ ഉള്ളത്. 38th വീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഹോസ്പിറ്റൽ ബാഗ് ഫുള്ളായിട്ടൊന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്തിട്ട് ഞാനിപ്പോൾ എല്ലാം വാഷ് ചെയ്തിട്ടാണ് എടുത്തു വെക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറേ ലേറ്റ് ആയിപ്പോയത്. അപ്പോൾ എന്തായാലും നമുക്ക് അഡ്മിറ്റ് ആവേണ്ട ഡേറ്റ് എത്തി. ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുൾ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വെച്ച് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് പാക്ക് ചെയ്യുന്നതെന്ന്. ചിലപ്പം എക്സ്ട്രാ ആയിരിക്കാം, ബിക്കോസ് ഞാനിത് ഫസ്റ്റ് ടൈം ആയിട്ടോ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ചേച്ചിയും അമ്മയും ഒക്കെ അടുത്തുണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരായിരുന്നു എല്ലാം നോക്കിയത്. പക്ഷേ ഈ പ്രാവശ്യം അവർ നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ എനിക്ക് തന്നെ എല്ലാം ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ നമുക്ക് ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ആക്കിയിട്ടാണ് ഇതുപോലൊരു ലിസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓരോന്നും വാങ്ങിക്കാൻ തുടങ്ങി. ഓൺലൈനിൽ വാങ്ങിച്ച്, കടയിലൊന്നും പോയിട്ടില്ല കേട്ടോ, എല്ലാം ഓൺലൈനിൽ തന്നെയാണ് വാങ്ങിച്ചത്. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് വാഷ് ചെയ്ത് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ബാഗിലുള്ളതെന്ന് നോക്കാം. കുട്ടിക്ക് വേണ്ടിയിട്ടും അതേപോലെ എനിക്ക് വേണ്ടിയിട്ടും. പിന്നെ ഇതിലില്ലാത്തത് ഞാൻ ലിസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ചിലപ്പോൾ വോയിസ് ക്ലാരിറ്റി കുറച്ച് കുറയും കേട്ടോ. കാരണം വെച്ചാൽ എൻ്റെ മൈക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് എന്തോ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അത് വർക്ക് ആവുന്നില്ല. ചാർജിനൊക്കെ വെച്ച് നോക്കി, എന്നിട്ട് വർക്ക് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിത്തൗട്ട് മൈക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്. സോ മേ ബി എക്കോ ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവാം, എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ലിസ്റ്റ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇതുപോലെ ഒരു ലിസ്റ്റ് റെഡിയാക്കി എടുക്കുക. ബേബി എസെൻഷ്യൽസും മോം എസെൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് അവരുടെ ഐറ്റംസ് എന്തൊക്കെയാണ് അവർ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ലിസ്റ്റ് റെഡിയാക്കി വെക്കുക. അപ്പം ഞാൻ ഇതിനകത്ത് കുറേ ഐറ്റംസ് എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്, പക്ഷേ എല്ലാം ഒന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതല്ല. കാരണം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ടാവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ പറയട്ടെ, മെയിനായിട്ട് വേണ്ടത്, നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് എടുത്ത് വെക്കേണ്ടത് ഈ ഒരു നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ ഇതുവരെയുള്ള എല്ലാ സ്കാനിങ് റിപ്പോർട്ടും അതേപോലെ മെഡിക്കൽ നമുക്ക് ഉണ്ടായിരുന്ന എല്ലാ ചെക്കപ്പും കാര്യങ്ങളുടെ എല്ലാ റിപ്പോർട്ട്സും ഉണ്ട്. അതേപോലെ ആധാർ കാർഡിൻ്റെ ഒരു ജെറോക്സ് വേണ്ടി വരും. എൻ്റെയും അതേപോലെ ഏട്ടൻ്റെയും ആധാർ കാർഡ് ജെറോക്സ് വേണം നമുക്ക് റൂം എടുക്കണമെങ്കിൽ. പിന്നെ വേണ്ടത് ഗ്രോത്ത് സ്കാനിൻ്റെയൊക്കെ ജെറോക്സ് വേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് റെഡി ആയിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഫയൽ മെയിനായിട്ട് മറക്കാതിരിക്കുക. ഇത് ആദ്യമേ അങ്ങ് എടുത്ത് വെക്കുക. സോ ഇത് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ ഫയൽ റെഡിയായി. സോ അത് നമ്മളെപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാൻ ഈ ഒരു സൂട്ട് കേസ് എന്താണെന്ന് ഞാൻ പറഞ്ഞേക്കാം. ഇത് മോളുടെ ആണ് കേട്ടോ. മോളുടെ ഡ്രസ്സസൊക്കെ ഉണ്ട് ഇതിനകത്ത്. അവളുടെ ഡ്രസ്സ് ഞാനിങ്ങനെ സെറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പം എല്ലാം ഒന്നും എല്ലാവർക്കും അറിയില്ലല്ലോ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ സെറ്റ് ഞാനിതുപോലെ ഒരു ടീഷർട്ടും പാൻറ്റും, അങ്ങനെ ഫുൾ ടീഷർട്ട് പാൻസ് തന്നെയാണ് ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ പോയിട്ട് ചിലപ്പം പിറ്റേ ദിവസം തന്നെ വരണം. അത് നമ്മുടെ കൂടെ ഉള്ളവരായാലും പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് വരത്തില്ല. കാരണം കുറച്ച് ദൂരമുണ്ട് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക്. അത് മാത്രമല്ല പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു 3-4 ദിവസം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ അവർക്ക് ആർക്കും വീട്ടിലോട്ട് വരാൻ പറ്റിയില്ലെങ്കിലോ. പിന്നെ അതേപോലെ ഏട്ടനായാലും അമ്മയ്ക്കായാലും മോളുടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സെറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻറ്റും ടീഷർട്ടും സെറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അവളുടെ ഇന്നേഴ്സൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രോക്സ്. അപ്പം ഒരു ദിവസം 2 ഡ്രസ്സ് വീതമാണ് എടുത്ത് മാറ്റി വെച്ചേക്കുന്നത്. 4 ഡേയ്സ് ആണെങ്കിൽ 8 ഡ്രസ്സ് അങ്ങനെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഒരു 8 പാൻറ്റ് 8 ടീഷർട്ട്സ് അങ്ങനെ സെറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം അവൾക്ക് വേണ്ട അവളുടെ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇടേണ്ട 2 ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഡ്രസ്സേ കൊണ്ടുവന്നുള്ളൂ. അതായത് നല്ല 2 ഡ്രസ്സ് മാത്രം. ബാക്കി ഫീഡിങ് നൈറ്റീസാണ് എടുത്തേക്കുന്നത്. സോ ഇതാണ് ഈ ഒരു പെട്ടിയിലുള്ളത്. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വെച്ചേക്കാം. മെയിൻ പെട്ടി കാണിക്കാം കേട്ടോ. സോ നമ്മുടെ മെയിൻ പെട്ടി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് കുറച്ച് കാണാണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ബോക്സ്. നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ടും
എൻ്റെയും കുഞ്ഞിൻ്റെയും ഒക്കെ എസെൻഷ്യൽസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളത് ഇതിനകത്താണ്. അപ്പോൾ ഓരോന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, ആദ്യമേ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഈ ഒരു ഓർഗനൈസർ അങ്ങ് വാങ്ങിച്ചു ഓൺലൈനിൽ നിന്ന്. ഇതാകുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമുക്കറിയാം, പക്ഷെ നമ്മുടെ കൂടെ വരുന്നവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓർഗനൈസർ മീഷോന്നാണ് തോന്നുന്നു ഞാൻ വാങ്ങിച്ചത്. 300 സംതിങ്ങിന് കിട്ടിയതാണ് കേട്ടോ. ഇതിലൊരു 5-6 പാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലതാണ്, നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വലിയ വലിയ ഐറ്റംസ് തൊട്ട് ചെറിയ ചെറിയ ഐറ്റംസ് വരെ വെക്കാൻ പറ്റുന്ന ഓർഗനൈസറാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ വന്നിട്ട് ഇത് ബ്ലാങ്കറ്റ് ആണ് കേട്ടോ. ഇത് ബേബി ബ്ലാങ്കറ്റ് ആണ്. ബേബിനെ നമ്മൾ നമുക്ക് റിസീവിങ് ടവലായിട്ട് യൂസ് ചെയ്യാം, ബ്ലാങ്കറ്റായിട്ട് യൂസ് ചെയ്യാം, അതേപോലെ അവർക്ക് ബാത്ത് ടവലായിട്ട് യൂസ് ചെയ്യാം. സോ മൾട്ടി പർപ്പസ് ആണിത്. പക്ഷേ ഞാനിപ്പോൾ ഇത് ബ്ലാങ്കറ്റായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് അത്രയ്ക്കും നല്ല ഒരു വാം ഫീലാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു 2 ടവൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ടവൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നല്ല തണുപ്പാണ് ഇവിടെ, രാത്രി സമയങ്ങളിൽ നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് 2 ടവൽ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിൽ ഫുൾ ഷീറ്റ്സ് മാത്രമാണ് കേട്ടോ വെച്ചേക്കുന്നത്. പിന്നെ ഇത് ബാത്ത് ടവലാണ് കേട്ടോ. 2 ബാത്ത് ടവൽ എടുത്തിട്ടുണ്ട്. രണ്ടും ഇതെല്ലാം ഞാൻ മീഷോ തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. മീഷോ, ഫ്ലിപ്കാർട്ട് അങ്ങനെയൊക്കെ തന്നെ ഓൺലൈൻ തന്നെയാണ് വാങ്ങിച്ചത്. അപ്പം ഇത് 2 ബാത്ത് ടവലാണ്. ഡ്രൈ ഷീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ വേണ്ടി വരുമോ എന്ന് എനിക്ക് അറിയില്ല. കാരണം എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ എടുക്കുകയാണ്, ഒരു സേഫ്റ്റിക്ക് എടുക്കുകയാണ്. പെട്ടെന്ന് വേണമെന്ന് പറയുകയാണെങ്കിൽ അവിടെ നിന്ന് പുതിയതായിട്ട് വാങ്ങിച്ചാലും അങ്ങനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടി വരും, വാഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 2 ഡ്രൈ ഷീറ്റ്സ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ എക്സ്ട്രാ എടുക്കുന്നതാണ്, വേണ്ടി വരില്ല എന്ന് എനിക്കൊരു ഉള്ളിൽ തോന്നലുണ്ട്. പക്ഷേ ഇതിനധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചുമ്മാ കയ്യിൽ കരുതിയേക്കാം വേണമെങ്കിൽ എന്ന് വിചാരിച്ച് എടുത്തിട്ടുണ്ട്. ഇത് മറ്റേ ഷീറ്റാണ് കേട്ടോ, പ്ലാസ്റ്റിക് ഷീറ്റ്. കുട്ടികൾ കിടക്കുമ്പോൾ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഷീറ്റ്സ് ആണ്. ബട്ട് മോസ്റ്റ്ലി യൂസ്ഫുൾ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാൻ എടുക്കുകയാണ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. സോ ഇത് ഒരു എക്സ്ട്രാ ഐറ്റമാണ് ഞാൻ എടുക്കുന്നത്. ഇത് വന്നിട്ട് ബേബി ബെഡാണ് കേട്ടോ. ഇത് വന്നിട്ട് ബേബി ബെഡാണ്. ഇതൊരു 3 പീസ് ബെഡാണ് കിട്ടിയത്. ഞാൻ അതിൽ 2 വീട്ടിൽ തന്നെ വെച്ചിട്ട് 1 മാത്രം എടുത്തുകൊണ്ട് പോവാണ്. ബിക്കോസ് ഇത് ആവശ്യമുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാനതുകൊണ്ട് 3 എടുക്കുന്നില്ല, ജസ്റ്റ് 1 മാത്രമേ എടുക്കുന്നുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേബി ബെഡ് മാത്രം എടുക്കുന്നുണ്ട്. ബേബിനെ കിടത്താനായിട്ടോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരുവാണെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം സോ ഇതിനകത്ത് അതൊക്കെയാണുള്ളത്. ബേബി ബെഡും ഡ്രൈ ഷീറ്റ്സും ഒക്കെയാണ്. ഫുൾ ഷീറ്റ്സ് വിരിക്കാനുള്ളതും എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു ബർപ്പ് ക്ലോത്താണ് കേട്ടോ. ടവലാണ്, ഫേസ് ടവലാണ്. പക്ഷെ നമുക്ക് ബർപ്പ് ക്ലോത്തായിട്ടും ഫേസ് ടവലായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു പാക്ക് ഓഫ് 6-5 അങ്ങനെയാണ് വന്നത്. അപ്പോൾ അത് 1 2 3 4 5 ആണ്. ഞാൻ ആ 5 എടുക്കുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ആവശ്യം ഉണ്ടാവും, ടവൽ എന്തായാലും ആവശ്യം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കുന്നുണ്ട്. സോ ഇത് നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം. അവിടെ തന്നെ വെക്കാം. കണ്ടില്ലേ, ഇങ്ങനെ സിപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ എടുത്തിട്ടുള്ളത് ഇതിൽ ഫുൾ വന്നിട്ട് ഈ ഒരു കവറിൽ വന്നിട്ട് സ്വാഡൽ ക്ലോത്ത് ആണ് കേട്ടോ. ഇതും നമുക്ക് സ്വാഡൽ ക്ലോത്തായിട്ടും ബേബി ടവലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. മസ്ലിൻ ക്ലോത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊരു പാക്ക് ഓഫ് 4 ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ബേബിനെ റിസീവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വേണം എന്നുള്ളത് അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സോ അതൊഴിച്ച് ബാക്കി 3 സ്വാഡൽ ക്ലോത്തും ഇവിടെ ഉണ്ട്. അത് ഞാൻ കഴുകി ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. പിന്നെ ഒരു റിസീവിങ് ബ്ലാങ്കറ്റാണ്. ഇതും നമുക്ക് ബ്ലാങ്കറ്റായിട്ടും റിസീവിങ് ബ്ലാങ്കറ്റായിട്ടും പുതപ്പിക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല കട്ടിയുള്ള ക്ലോത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുണ്ട്. പിന്നെ ഈ 3 ക്ലോത്തും ഇത് മാത്രമായിട്ട് തന്നെ ഞാനൊരു സെപ്പറേറ്റ് ബാഗിൽ വെച്ചിട്ടുണ്ട്. സ്വാഡൽ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ട് വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ ഒരു പൗച്ച് ഇതിൽ വന്നിട്ട് ഫുൾ ക്ലോത്ത്സ് ആണ് കേട്ടോ.
ഇതിൽ ഫുൾ ബേബി ക്ലോത്ത്സ് ആണ്, എല്ലാം വാഷ് ചെയ്തിട്ട് നീറ്റായിട്ട് എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇത് വന്നിട്ട് ആദ്യം തന്നെ ഇത് ക്ലോത്ത് ഡൈപ്പറാണ്, ഇങ്ങനെ ഒരു എക്സ്ട്രാ ക്ലോത്ത് ഒക്കെ ഉള്ളൊരു ഡൈപ്പർ. ഇത് മൊത്തത്തിൽ 5 ഉണ്ട്. ഞാനത് അങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഡൈപ്പേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക, ബട്ട് സ്റ്റിൽ ഇൻ കേസ് വേണ്ടി വരുവാണെങ്കിൽ ക്ലോത്ത് ഡൈപ്പറും കൂടി ഇരിക്കട്ടെ എന്നിട്ട് അതെടുത്തിട്ടുണ്ട്. നോർമൽ ലംഗോട്ട്സ് വാങ്ങിച്ചിട്ടില്ല, ഫുൾ ക്ലോത്ത് ഡൈപ്പേഴ്സ് പോലത്തെയാണ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ വിൻ്റർ ആയതുകൊണ്ട് ഫുൾ സ്ലീവിലുള്ളൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്, ഫുൾ സ്ലീവ് ഡ്രസ്സും പാൻറ്റും. ഫുൾ സ്ലീവ് ഡ്രസ്സും പാൻറ്റുമാണിത്. അപ്പോൾ ഇത് സെറ്റ് ഓഫ് 3 ഉണ്ട്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ബിക്കോസ് വിൻ്റർ ആണല്ലോ, നൈറ്റ്സ് പ്രത്യേകിച്ച് നല്ല തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അതെടുത്തിട്ടുണ്ട്. ആൻഡ് കുറച്ച് ഇതുപോലത്തെ വെള്ള ഉടുപ്പുകൾ, നമ്മൾ ജബ്ലാസ്, വൈറ്റ് ജബ്ലാസ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കളേർഡ് അല്ലെങ്കിൽ ഡിസൈൻ ജബ്ലാസ് ഉണ്ട്, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റോംപേഴ്സ് ഉണ്ട് കേട്ടോ, ഇതാ കുട്ടി റോംപേഴ്സ്. ഈ ഒരു റോംപേഴ്സ് സെറ്റ് 3 എടുത്തിട്ടുണ്ട്. സെറ്റല്ല, റോംപേഴ്സ് 3 എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടി വരും മിക്കവാറും. അതെടുത്തിട്ട് എക്സ്ട്രാ ലഗേജ് എന്ന് എനിക്കിപ്പോൾ തോന്നുമെങ്കിലും മേ ബി പറയാൻ പറ്റില്ല. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഓടി വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും എടുക്കുന്നത്. സോ അവിടെ പോകുമ്പോൾ അറിയാൻ പറ്റും ഏതൊക്കെ യൂസ് ആവും ഏതൊക്കെ യൂസ് ആയില്ല എന്നുള്ളത്. എന്തായാലും ഇത്രയാണ് ബേബി ക്ലോത്തിങ്ങിൻ്റെ എടുത്തേക്കുന്നത്. പിന്നെ ഇതാ ഈ ക്യാപ്സ് ആൻഡ് മിറ്റൻസ്. ഇത് ക്യാപ്പാണ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ മിറ്റൻസ് സെറ്റ്, ഇത് ക്യാപ്സിൻ്റെയും സോക്സും മിറ്റൻസും എല്ലാം ഞാൻ അങ്ങനെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അങ്ങ് സെറ്റായിട്ട് അങ്ങ് വെക്കുകയാണ്. സോ ഇതിൻ്റെ ഒരു 3 സെറ്റ് ഉണ്ട്. അതെന്തായാലും വേണ്ടി വരും, ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിൻ്റർ ബേബിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കിത് വേണ്ടി വരും. പിന്നെ എടുത്തേക്കുന്നത് ബേബിനെ റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സെറ്റ് ഇങ്ങനെ തന്നെ അങ്ങ് ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാം. അവർ ചോദിക്കുകയാണെങ്കിൽ, ബിക്കോസ് എനിക്ക് ലാസ്റ്റ് ടൈം ഓർമ്മയില്ല ഇവിടെ നമുക്കങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സെയിം ഹോസ്പിറ്റലിൽ തന്നെയാണ്, പക്ഷെ എനിക്കത് ഓർമ്മയില്ല കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രശ്നം അതിലൊന്ന് കരുതി വെച്ചിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. ബിക്കോസ് കൂടെ വരുന്നവർക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സെറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ളത് ക്യാപ്സും മിറ്റൻസ് അഗെയിൻ, ഇത് എന്തായാലും വേണ്ടി വരും. പിന്നെ ഒരു റോംപർ സെറ്റ്, ഒരു റോംപർ, ഒരു സ്വാഡൽ ക്ലോത്ത്, മസ്ലിൻ്റെ സ്വാഡൽ ക്ലോത്ത്. ഇത് ബേബിനെ റിസീവ് ചെയ്യുന്ന ബ്ലാങ്കറ്റ്, ബേബിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മോളേനെ ചൂസ് വെച്ചാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതങ്ങ് എടുത്തിട്ട് അങ്ങ് കൊടുത്താൽ മതിയല്ലോ. ഇതുപോലെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് മനസ്സിലായിക്കോളും. സോ അപ്പോൾ ഇത് ഇത്രയുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ വെച്ചേക്കുന്നത്, ഇത് എൻ്റെ ഫീഡിങ് വെയറാണ് കേട്ടോ. ഇതിനകത്ത് 3 നൈറ്റി, ഇതിനകത്തൊരു 3 നൈറ്റീസും അതുപോലെ 3 ഇന്നേഴ്സും ഉണ്ട്. സെറ്റായിട്ട് അങ്ങ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അത് ഫീഡിങ് നൈറ്റീസാണ്. പിന്നെ അതല്ലാതെ 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, വരുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇടാനും വേണമെന്നുണ്ടെങ്കിൽ ഒരു എമർജൻസിക്ക് ഒരു ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഡ്രസ്സും 3 നൈറ്റിയാണ് എടുത്തേക്കുന്നത്. അതേപോലെ ഇന്നേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾക്ക് മെയിനായിട്ട് ഫീഡിങ്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്യാത്തൊരു ഐറ്റമാണ് ഫീഡിങ് ബ്രാ. എനിക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും അങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ട്. സോ ഹെൽപ്ഫുൾ ആവും വിചാരിക്കുന്നു. അപ്പോൾ അതും ആ ഒരു സെറ്റ് ഫുൾ ഇന്നേഴ്സ് മൊത്തത്തിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പൗച്ചസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഇന്നേഴ്സിൻ്റെയാണ് മെയിനായിട്ട് വേണ്ട ഒരു സംഭവം. ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ, പീരിയഡ് പാൻറ്റീസാണ്. ഇത് എന്തായാലും മസ്റ്റായിട്ടും വേണ്ട ഒരു ഐറ്റമാണ്. ഇത് നമുക്ക് യൂസ്ഫുൾ ആവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് നോർമൽ പാഡ്സും മേടിച്ച് വെക്കാം. അപ്പോൾ ഞാൻ എന്തായാലും തൽക്കാലത്തേക്ക് ഈ ഒരു പീരിയഡ് പാൻറ്റീസാണ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ പാഡ് വേണമെങ്കിൽ നമുക്ക് മേടിക്കാമല്ലോ അവിടെ അടുത്ത് തന്നെ. സോ അതുകൊണ്ട് ഇതെന്തായാലും എടുത്തിട്ടുണ്ട്. പിന്നെ വാവയ്ക്കുള്ള ഡൈപ്പേഴ്സ് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചേക്കുന്നത് ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ഫിറ്റ് ആണ് കേട്ടോ. അതായത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യുന്ന പോലെ പാൻറ്റിൻ്റെ ഡൈപ്പേഴ്സ് അല്ല, ഇങ്ങനത്തെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ബിക്കോസ് ന്യൂ ബോൺ ബേബീസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കംഫർട്ടബിൾ ഇതായിരിക്കും. മറ്റേതാകുമ്പോൾ
വല്ലാതെ നമ്മളവരെ അനക്കണമല്ലോ. അപ്പോൾ അതിനെക്കാട്ടിലും ഭേദം ഇങ്ങനത്തെ ഡൈപ്പേഴ്സ് ആയിരിക്കും. ഈ ഒരു അഡ്ജസ്റ്റബിൾ ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പ്. അപ്പോൾ ഞാൻ അതാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒരു ടിഷ്യൂ ബോക്സ് ഉണ്ട്, ടിഷ്യൂ പേപ്പേഴ്സ്, ഒരു ബോക്സ് ടിഷ്യൂ പേപ്പർ ഉണ്ട്. ഇത് ഫുള്ളായിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോവാണ്. ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആവും. ടവൽസ് എടുക്കുന്നുണ്ട്, അതല്ലാതെ അതും വേണ്ടി വരും. വെറ്റ് വൈപ്സ് ആണ് ഇത്. എനിക്ക് വേണ്ടിയിട്ട്, ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറ്റ് വൈപ്സ് ആണ്. കുട്ടിക്ക് വേണ്ടിയിട്ടല്ല, വെറ്റ് വൈപ്സ് എനിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് വാട്ടർ വൈപ്സ് ആണ്, പ്യുവർ വാട്ടർ വൈപ്സ്. വെറ്റ് വൈപ്സും കുട്ടികൾക്ക് യൂസ് ചെയ്യും, പക്ഷേ അതിനേക്കാളും ഒന്നുകൂടി നല്ലത് വാട്ടർ വൈപ്സ് ആണ് ഞാൻ കേട്ടു. അപ്പോൾ അതുകൊണ്ട് ഒരു വാട്ടർ വൈപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ലവ് ലാപ്പിൻ്റെ ആണ്. അപ്പോൾ വാട്ടർ വൈപ്സ് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് യൂസ്ഫുൾ ആണ്. അതല്ലാതെ ഇത് കുട്ടിയുടെ കുഞ്ഞിക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് ആണ്. ഇതിൽ എന്തൊക്കെ യൂസ് ആവുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഞാൻ എടുത്തേക്കുന്ന എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. മെയിനായിട്ടൊരു നെയിൽ ട്രിമ്മറാണ്. ലാസ്റ്റ് ടൈം എനിക്ക് ഓർമ്മയുണ്ട്, മോള് ജനിച്ച സമയത്ത് നല്ല നെയിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ വന്നിട്ടാണ് നെയിൽ കട്ട് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം ഇത് നേരത്തെ തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ ലോഷൻ എടുക്കുന്നുണ്ട്. വേണ്ടി വരുമോ അറിയില്ല, ബട്ട് ലോഷൻ എടുക്കുന്നുണ്ട്. പിന്നെ ഫേസ് ക്രീം, പിന്നെ സോപ്പ് എടുക്കുന്നുണ്ട്. ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഡൈപ്പർ റാഷ് ക്രീം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇതിനകത്തുണ്ട്. അതല്ലാതെ വേറൊരു പൗച്ചിലായിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങൾ മോൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടും മെയിനായിട്ട് ഇതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഒന്ന് വന്നിട്ട് മോളുടെ ലോഷൻ, ക്രീം, പൗഡർ, അവളുടെ ഐറ്റംസ് ഒക്കെ ഒന്നിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നിൽ അവളുടെ ഹെയർ ആക്സസറീസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല, ബിക്കോസ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എയർ ആക്സസറീസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് മെയിനായിട്ട് തലയിലിടുന്ന കുറച്ച് റിബൺസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഫേസ് വാഷ്, ക്ലിപ്പ്, പിന്നെന്താണ് പൊട്ട്, നമുക്കിങ്ങനെ സേഫ്റ്റി പിന്ന്, പിന്നെ എന്താണ് ഒരു ലിപ്സ്റ്റിക് ഒക്കെ എടുത്തിട്ടുണ്ട്. ഉപയോഗിക്കാമെന്നറിയില്ല, ബട്ട് എനിക്ക് ആവശ്യമുള്ള കുറച്ച് എൻ്റെ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഫുൾ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ്. വേറൊരു പൗച്ചിൽ, ഇതുപോലെ ഒരു പൗച്ചിൽ ഇത് ബോഡി വാഷ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. സോപ്പ് എടുത്തുകൊണ്ട് പോകുന്നതിനെക്കാട്ടും നല്ലത് ബോഡി വാഷ് ആണല്ലോ. ബിക്കോസ് ബോഡി വാഷ് ആകുമ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും, വീട്ടിലുള്ള എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. സോപ്പ് ആകുമ്പം പ്രിഫറൻസ് ആയിരിക്കും, ഓരോരുത്തർക്കും ഓരോ സോപ്പാണല്ലോ. അപ്പോൾ അതിനേക്കാളും ഭേദം ഒരു ബോഡി വാഷ് അങ്ങ് വാങ്ങിച്ചു വെച്ചു. അതാകുമ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാമല്ലോ. 3-4 ഡേയ്സ് അങ്ങ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇതുപോലത്തെ കുട്ടി കുട്ടി ബോട്ടിൽസ് കുറച്ച് വാങ്ങിച്ചിട്ട് അതിൽ ഇങ്ങനെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ആർക്കായാലും കൺഫ്യൂഷൻ ആവും, നമ്മൾ വെച്ച ആൾക്ക് പോലും ഇത് കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഇത് പാത്രം കഴുകുന്ന ലിക്വിഡാണ്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഒന്നിനകത്ത് ഹാൻഡ് വാഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാവ്ലോണ് അല്ല ഡെറ്റോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സാനിറ്റൈസർ, ഇത് വന്നിട്ട് ബേബി ഡിറ്റർജൻ്റ് ആണ് കേട്ടോ. വാവേൻ്റെ തുണികൾ മാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടേത് മിക്കവാറും നമ്മൾ വാഷ് ചെയ്യുന്നുണ്ടാവില്ല, എന്നെ തിരിച്ചും കൂടെ തന്നെ കൊണ്ടുവരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വാഷ് ചെയ്യുന്നുണ്ടാവില്ല. ബേബിയുടെ വേണമെങ്കിൽ മാത്രം വാഷ് ചെയ്യാമെന്ന് വെച്ചിട്ട് ബേബി ഡിറ്റർജൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ബോക്സിൽ റബ്ബർ ബാൻഡ് ഇതെടുത്തിട്ടുണ്ട്. റബ്ബർ ബാൻഡ് ഒരു സേഫ്റ്റിക്ക് മാത്രമേ ഉള്ളൂ, വേണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അതും കൂടി എടുത്തിട്ടുണ്ട്. ക്യാപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്കുള്ള ക്യാപ്സാണ് ഇത്. ഈവനിങ് ഞാൻ പറഞ്ഞ പോലെ ഈവനിങ്സൊക്കെ നല്ല തണുപ്പാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ സ്വെറ്റർ, ഹൂഡീസ് എടുത്തിട്ടുണ്ട്. ഷോൾ എടുത്തിട്ടുണ്ട്, ഇതുപോലെ ഷോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഹൂഡീസ് എടുത്തിട്ടുണ്ട്. മോൾക്കുള്ള സ്വെറ്റർ, ഏട്ടനുള്ള സ്വെറ്റർ, എൻ്റെ, അപ്പം അങ്ങനെ സ്വെറ്റേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ഷോളും എടുത്തിട്ടുണ്ട്. അതല്ലാതെ എനിക്കൊരു ഷോളും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്, ചിലപ്പോൾ ഫീഡിങ് ആവശ്യം വരുമല്ലോ എന്നിട്ടൊരു ഷോളും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ന്യൂസ് പേപ്പർ, കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സ്, വൈറ്റ് ക്ലോത്ത്സ് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വൈറ്റ് ക്ലോത്ത്സ് എടുക്കുന്നുണ്ട്. അത് കുറച്ച് കട്ട് പീസസ് ഒക്കെ ഉണ്ട്. സോ അതങ്ങനെ തന്നെ ഒരു ബിഗ് ഷോപ്പറിലാക്കിയിട്ട് അങ്ങനെ വെച്ചേക്കാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഫീഡിങ് പില്ലോ ആണ് കേട്ടോ. ഇതൊരു ഫീഡിങ് പില്ലോ ആണ്.
അതേപോലെ ഇത് ബേബി ക്യാരിങ് ബെഡാണ്. ഇതൊരു ഫീഡിങ് പില്ലോ ആണ്. അപ്പോൾ അത് രണ്ടും ഞാനിങ്ങനെ ഇതുപോലെ ബിഗ് ഷോപ്പറിലാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഇത് നമുക്ക് സൂട്ട് കേസിൽ കൊള്ളൂല, അതുകൊണ്ട് ഒരു ബിഗ് ഷോപ്പറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബേബി ക്യാരിങ് ബെഡും പിന്നെ ഫീഡിങ് പില്ലോ എന്തായാലും വേണ്ടി വരും. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓൾറെഡി നമ്മൾ നോർമലി പില്ലോ ഒക്കെ വെച്ചിട്ടാണല്ലോ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഉള്ളത് നന്നായിട്ട് തോന്നി, കാരണം ഇതുകൊണ്ട് ഒരുപാട് യൂസ് ആവും എന്തായാലും. പക്ഷെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയില്ല സിസേറിയൻ ആണോ നോർമൽ ആയിരിക്കും ഒന്നും അറിയില്ല. അപ്പോൾ സി സെക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ യൂസ് ആവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഫീഡിങ് പില്ലോ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ബേബി ക്യാരിങ് ബെഡ് മസ്റ്റാണ്, അതെന്തായാലും എടുക്കേണ്ടി വരും. അപ്പോൾ അതും എടുക്കുന്നുണ്ട്. ഇതിൽ അല്ലാതെ എക്സ്ട്രാ എടുക്കുന്നത് ബാത്ത് ടവൽസ് എടുക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് ബാത്ത് ടവൽ. അല്ലാതെ അവരവരുടെ ഡ്രസ്സ് വേറെ എടുക്കുന്നുണ്ട്. മോളുടെ എൻ്റെയും കുഞ്ഞിൻ്റെയും മാത്രമാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അതല്ലാതെ ഇപ്പോൾ വരുന്ന ഏട്ടൻ്റെ ഡ്രസ്സും ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ വേറൊരു ബാഗിൽ വെച്ചിട്ടുണ്ട്. അതും 3 days 4 days വേണ്ടി തന്നെയാണ് എടുത്ത് വെക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിൽ തന്നെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ബാത്ത് ടവൽ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഫോൺ ചാർജേഴ്സ് വേറെ എടുത്ത് വെക്കണം. അത് പോകുന്നതിൻ്റെ അന്നേ എടുത്ത് വെക്കുന്നുള്ളൂ. ബിക്കോസ് നമുക്ക് ഫോൺ ചാർജർ ലാസ്റ്റ് മിനിറ്റ് വരെ ഇവിടെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഫോൺ ചാർജേഴ്സ് എടുക്കുന്നില്ല. അത് ഞാൻ പിന്നീട് എടുത്ത് വെക്കുന്നുണ്ട്. ബാക്കിയുള്ള ID കാർഡ്സൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. ആധാർ കാർഡായാലും പാൻ കാർഡായാലും എന്തൊക്കെയാണോ ID കാർഡ്സ് യൂഷ്വലി എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത് അതെല്ലാം അങ്ങ് എടുത്ത് വെക്കുക. അല്ലാതെ വേറെ മെയിനായിട്ട് എനിക്ക് ഒരുവിധപ്പെട്ടതെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുവിധപ്പെട്ട ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കാണിക്കാത്ത കുറച്ച് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് പ്ലേറ്റ്സ് വേണ്ടി വരും, സ്റ്റീൽ പ്ലേറ്റ്സ് വേണ്ടി വരും. ഒരു 2-3 സ്റ്റീൽ പ്ലേറ്റും 2-3 ചെറിയ ഗ്ലാസ്, കുട്ടി ഗ്ലാസ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ചെറിയ ഗ്ലാസ്, സ്പൂണ്, പ്ലേറ്റ്സ്, പിന്നെ ഫ്ലാസ്ക് മെയിനാണ്. ഫ്ലാസ്ക് വേണ്ടി വരും. സോ ഇത്രയാണ് കേട്ടോ വേണ്ടത് നമുക്ക്. ഇത് ഓൾമോസ്റ്റ് ഇതൊക്കെയാണ് ഞാനിപ്പം എൻ്റെ സെക്കൻഡ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഐറ്റംസ്. അതല്ലാതെ വേറെ എക്സ്ട്രാ ഒന്നും കൊണ്ടുവന്നില്ല. എനിക്കിതിൽ തോന്നുന്നത് ബേബി ഡ്രസ്സസ് ചിലപ്പോൾ അധികം യൂസ് ആയെന്ന് വരത്തില്ല. ഇനി ഹോസ്പിറ്റലിൽ നിന്ന് അവരെന്തെങ്കിലും ഇടുന്നുണ്ടോ, അവരുടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് ബേബി ഡ്രസ്സസ് മാത്രം ചിലപ്പോൾ കുറച്ച് തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. പക്ഷേ സ്റ്റിൽ ഞാൻ ഇത്രയും ഡ്രസ്സ് എടുക്കാൻ കാരണം മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇത് വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സ് കുറച്ചധികം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് അതെടുക്കുന്നത്. പിന്നെ സ്വെറ്റർ ഞാൻ വാങ്ങിച്ചിട്ടില്ല, കുഞ്ഞിന് ഇതുമായിട്ടും സ്വെറ്റേഴ്സ് വാങ്ങിച്ചിട്ടില്ല. ബിക്കോസ് എനിക്ക് കുട്ടീനെ നോക്കി കണ്ടു കഴിഞ്ഞിട്ട് സൈസ് നോക്കിയിട്ട് സ്വെറ്റർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലാകുമ്പോൾ അത് മതിയാവും. തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് സ്വെറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ബിക്കോസ് ഫസ്റ്റ് ടൈം നമ്മൾ മോക്ക് വേണ്ടിയിട്ട് സ്വെറ്റേഴ്സൊക്കെ വാങ്ങിച്ചു വെച്ചു. പക്ഷെ അവൾക്ക് യൂസ് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇടാനേ വിടില്ല. അപ്പോൾ അത് ഇടാൻ വിടില്ലെന്നല്ല, ഭയങ്കര ചൂടെടുക്കുന്നുണ്ടാവും കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കി. കുഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വെറ്റേഴ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ ഓപ്ഷണലായിട്ട് വെച്ചേക്കാണ്. ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ ഗ്രൂമിങ്ങിൻ്റെ സംഭവങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇത് ചീർപ്പ് അങ്ങനത്തെ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. കാരണം ഫസ്റ്റ് ടൈം എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കത് യൂസ് ആയിട്ടില്ല. ഫസ്റ്റ് ടൈം വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ചീർപ്പൊന്നും ന്യൂ ബോൺ സ്റ്റേജിൽ യൂസ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം അന്ന് ഞാൻ വാങ്ങിച്ചു, പക്ഷേ ഇപ്രാവശ്യം ഞാൻ അത് വാങ്ങിക്കുന്നില്ല. ബിക്കോസ് യൂസ് ആയിട്ടില്ല, അതുകൊണ്ട് അത് വാങ്ങിക്കുന്നില്ല. ഇനി 2-3 months ഒക്കെ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാമല്ലോ, എപ്പോഴേലും ഓപ്ഷൻ ഉണ്ടോ വാങ്ങിക്കാമല്ലോ. ബാക്കി ഐ തിങ്ക് ഒരുമാതിരിപ്പെട്ട എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അഡ്മിറ്റ് ആവാൻ പോവാണ്. ഇനി അങ്ങോട്ട് ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. ഡെലിവറി ആകുമ്പോൾ എന്തായാലും അറിയിക്കാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ.